വണ്ടി ഹുണ്ടായി i20 ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ കീ ഓണാക്കുമ്പം സ്റ്റാർട്ടാവുള്ള അതാണ് നോർമൽ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിൽ കീ ഓണാക്കുമ്പം എൻജിൻ ലൈറ്റ് കത്തി അണയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഇമോവേഴ്സിൻ്റെ ലൈറ്റും കത്തും, ഒരു പൂട്ടിൻ്റെയും കാറിൻ്റെയും പടം അതും കത്തണില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ക്രാങ്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. അവിടെ നമുക്ക് ECM ആണ് അതിൻ്റെ ഫോൾട്ട്. അപ്പം നമുക്ക് ECM ഒന്ന് അയച്ചെടുത്ത് നോക്കാം. ഇവിടെയാണ് ECM പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളും ഇവിടെയാണ്. നമുക്കിതിൽ മെയിനായിട്ട് നോക്കി എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൽ നോക്കേണ്ടത് മെയിൻ റിലേ, അതുപോലെ തന്നെ ECU 30 ആംപിയർ എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ഇഗ്നേഷൻ്റെ തൊട്ട് താഴെ അതും നോക്കുക. ആ 2 ഫീസ് റിലേയും നോക്കണം. ഈ റിലേയും അതുപോലെ തന്നെ ഇതിലെ ഈ റിലേയും ഈ രണ്ടും ഓക്കെയാണ്. അപ്പം ECM ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ECM ഒക്കെ പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഓറഞ്ച് ലൈറ്റ് രണ്ടും കത്തിയിട്ടുണ്ട്. കീ ഓണാക്കി ഓഫാക്കി. ഈ 2 ലൈറ്റാണ് കത്താത്തത്, കീയുടെയും എഞ്ചിൻ്റെയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അതുപോലെ കസ്റ്റമർ പവർ സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് മോട്ടർ എന്തോ ആണ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്, ഉടക്ക്. അപ്പോൾ ഗൈസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ABS ലൈറ്റ് അതൊക്കെ നേരത്തെ ഉള്ളതാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർ പറഞ്ഞിട്ടില്ല ഒരു കംപ്ലൈൻ്റ് ഒന്നും. വണ്ടി സ്റ്റാർട്ടാവാതെ വന്ന വണ്ടിയാണ്, നമ്മൾ സ്റ്റാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ ഈ 2 ലൈറ്റ് കത്തില്ല, ഓറഞ്ചും അതിൻ്റെ തൊട്ട് മുകളിലത്തെ കീടയും അത് രണ്ടും കത്തിയിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ടുണ്ട്.